മെയ് 14 ഗ്ലിറ്റ്സിൻ്റെയുടെ യാത്ര തുടങ്ങിയിട്ട് 10 വർഷമാകുകയാണ്. അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡേ 1 മുതൽ, അതായത് ഗ്ലിറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള കസ്റ്റമേഴ്സ് നമുക്കിപ്പോഴും ഉണ്ട്. ഈ ഒരു 10 വർഷം അല്ലെങ്കിൽ 11 വർഷം എന്ന് വെച്ചാൽ ഗ്ലിറ്റേഴ്സ് 11 വർഷമായി, ഗ്ലിറ്റ്സിൻ്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷമായി. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ആക്ച്വലി 11 വർഷമായി. അപ്പോൾ അന്ന് മുതലുള്ള കസ്റ്റമേഴ്സാണ് എനിക്കിപ്പോഴും ഉള്ളത്. റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഇന്നും ഉണ്ട്, പുതിയ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ജേർണി അറിയാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നതോ അല്ലെങ്കിൽ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഫ്ലറിഷ് ചെയ്ത് ആ ഒരു ഫേസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് സ്ട്രഗിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കസ്റ്റമറാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക്സ് അറിയിക്കുകയാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവർക്കും ബിസിനസ് റൺ ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രചോദനമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്നൊരു സ്റ്റോറി പോലെ ഞാൻ വന്ന ജേർണി ഒരു സ്റ്റോറി പോലെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മുതൽ പറയാം, 2014 ഞാൻ ഗ്ലിറ്റേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്, സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമ്മളൊരു 6 സ്റ്റാഫിനെ വെച്ചിട്ടാണ്, അതായത് കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും ഡിസൈനറൊക്കെ ആയിട്ട് ഒരു 6 സ്റ്റാഫാണ് നമുക്ക് ഉണ്ടായിരുന്നത്, സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 1 ഇയറിന് ശേഷമാണ് ഗ്ലിറ്റ്സ് ഇന്ത്യ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അത് ബൊട്ടീക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗ്ലിറ്റ്സ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഇനാഗുറേറ്റ് ചെയ്തത് ആലപ്പുഴക്കാർക്കൊക്കെ അറിയാൻ പറ്റും, ബെറ്റി മാം, അതായത് മിസ്റ്റർ രവി കരുണാകരൻ്റെ വൈഫാണ്. വലിയൊരു ബിസിനസ് മാനാണ് ആൾ. അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ ആലപ്പുഴക്കാർക്കെല്ലാം അറിയാം. മാമാണ് നമ്മുടെ ഗ്ലിറ്റ്സിൻ്റെ ഓപ്പൺ ചെയ്തത്. മാഡം എൻ്റെ ഒരു റെഗുലർ കസ്റ്റമർ കൂടിയായിരുന്നു. കസ്റ്റമറിനുപരി മാം എവിടെയും പോയി അങ്ങനെ ഇനാഗുറേഷൻസിനൊന്നും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. എന്നോടുള്ള ഒരു അടുപ്പവും വാത്സല്യമൊക്കെ കൊണ്ട് അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ വന്നിട്ട് മാമാണ് എൻ്റെ ഗ്ലിറ്റ്സ് ഇന്ത്യ ഓപ്പൺ ചെയ്തത്, ഫസ്റ്റ് ഇനാഗുറേറ്റ് ചെയ്തത് മാഡമാണ്. മാഡത്തിന് എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം എല്ലാ വർഷവും ഞാൻ അത് ഓർക്കാറുള്ളൊരു കാര്യമാണ്. എല്ലാ ബിസിനസ്സിലും നമ്മൾക്ക് ഒരുപാട് സ്ട്രഗിൾസ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു ഡൗൺ ടൈമിലൊക്കെ നമ്മൾ പിടിച്ചു നിന്ന് മുന്നോട്ട് കയറുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. പിന്നെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വർക്കിലുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സും സക്സസ് ആവും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. എൻ്റെ ഈ ഒരു ബിസിനസ്സും ഈ ഒരു 10 ഇയർ ജേർണിയിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലിറ്റ്സ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് 2015 അപ്പോൾ അങ്ങനെ നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെയാണ് ഫ്ലഡ്, അതുപോലെ തന്നെ നോട്ട് നിരോധനം, പിന്നെ കോവിഡ്, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റാഫ് കൂടെ നിന്നിരുന്നു. അവരുടെ കൂടെ ഞങ്ങൾ നിന്നിരുന്നു. കാരണം അന്നേരം ഒന്നും നമ്മൾ സാലറി മുടക്കി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അവരുടെ ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് കുറേ പ്രാവശ്യം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി തവണ നമുക്ക് ആ ഒരു സ്ട്രഗിൾ സ്റ്റേജ് നമുക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കോവിഡ് വന്നതിന് ശേഷമാണ് നമ്മൾ ഓൺലൈനിലേക്ക് കയറുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2020 ജൂൺ 1 നമ്മൾ ആദ്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ ഒക്കെ നമുക്കിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ഭയങ്കര പേടിച്ച് വിറച്ചൊക്കെയായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഇത്രയും കോൺഫിഡൻ്റായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 5-6 പ്രൊഡക്റ്റ് നമ്മൾ ചുമ്മാ വീഡിയോ എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അന്ന് ആ സമയത്ത് ഒരുപാട് പേരൊന്നും വീഡിയോ ചെയ്യുന്നില്ല, 3-4 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ സ്റ്റാഫിനെ കൊണ്ട് തന്നെയായിരുന്നു. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. പുള്ളിക്കാരത്ത് തന്നെയാണ് എൻ്റെ വീഡിയോ ഇപ്പോഴും എടുക്കുന്നത്, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആൾ തന്നെയാണ് കേട്ടോ. പേര് പറയാനും ഇങ്ങനെ കാണിക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാത്ത. അങ്ങനെ നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെടുത്ത് ഞാൻ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എല്ലാം പറയുന്നത്. അങ്ങനെ വീഡിയോ എടുത്ത് ഒരു 5 or 6 പ്രൊഡക്റ്റ്, എനിക്ക് തോന്നുന്നു 5 പ്രൊഡക്റ്റ് എങ്ങാണ്ടേ ഉള്ളൂ നമ്മളന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ഇവരെടുത്ത് തരും, പോസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്സാപ്പ് ബുക്കിംഗ്, അന്നൊന്നും അറിയില്ല. ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് നമുക്ക് ബുക്കിംഗ് വന്ന ഒരു ചെന്നൈ കസ്റ്റമറായിരുന്നു. ഒരു 1400 എന്തോ
ഒരു എമൗണ്ട് ആയിരുന്നു അന്ന് വന്നിരുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പ്രൊഡക്റ്റൊക്കെ പോയി എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കാണുന്നവർക്ക് എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ 5 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ആ 5 പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കൊണ്ട് അതിങ്ങനെ 3-4 ദിവസത്തിനുള്ളിൽ അത് ബുക്കിംഗ് ആയി അതിങ്ങനെ പോയി പല ദിവസങ്ങളിലായിട്ട്. ഞങ്ങൾ വെറുതെ ഒരു രസമല്ല, അന്ന് കസ്റ്റമർ ഷോപ്പിലേക്ക് വരുന്നില്ല, അപ്പോൾ നമ്മൾ കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കണമല്ലോ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പലതവണ അന്ന് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിനെ വെച്ച് കാണിക്കും, ഞാൻ തന്നെ വെച്ച് കാണിക്കുന്നു, ആരും എടുത്തു തരാനൊന്നുമില്ല, ഓപ്പൺ ചെയ്യുന്നു, വെക്കുന്നു, കാണിക്കുന്നു, അങ്ങനെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും, ഇടയ്ക്ക് വെച്ച് നമ്മൾ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് അറിയത്തില്ല, ജോയിൻ ചെയ്യാവുന്നോ അല്ലെങ്കിൽ ഇത് 2 പ്രാവശ്യമായിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്നൊന്നും എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പ്രൊഡക്റ്റ് ഒന്നുകൂടി എടുക്കും, ആദ്യം മുതലെടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും, യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യും. അങ്ങനെ അന്ന് നമ്മൾക്ക് ഒരു സബ്സ്ക്രൈബർ ഒരു ഫോളോവറിൽ നിന്നും എനിക്ക് ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു നിലയിലേക്ക് എത്തിയത് ഒത്തിരി സ്ട്രഗിൾസിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. ഒത്തിരി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. ഇപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് കഥ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോകുന്നുണ്ട്, വേറെ ഡൈവേർട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഒരു വീഡിയോയിൽ നിന്നും പിന്നീട് നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ആയി, പിന്നെ അത് 2 ആയി, 3 ആയി, 4 ആയി, അങ്ങനെ ഓരോ ദിവസം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ തന്നെ ഇരുന്ന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബുക്കിംഗ് എടുത്ത് കഴിഞ്ഞിട്ട് ബില്ലിങ് ഞാൻ തന്നെ ചെയ്യും, പാക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാത്തിലും ഞാൻ തന്നെ ഇങ്ങനെ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമുക്ക് എല്ലാത്തിനും ഓരോരോ സെക്ഷൻ വൈസായി ആളുകളായി അങ്ങനെ നമ്മൾ ഗ്രോ ചെയ്തത്. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് നമ്മൾ 8 to 10 വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനുള്ളൊരു അനുഗ്രഹം ദൈവം നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടത്. പിന്നെ നമ്മൾ വാട്സപ്പ് ബുക്കിംഗ് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത്രയ്ക്ക് മെസ്സേജായിരുന്നു. ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്നത്തെ പോലെ അല്ല, അന്നെന്ന് പറഞ്ഞാൽ അധികം ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഫോണിൽ ഫുള്ളിങ്ങനെ മെസ്സേജുകളായിരിക്കും, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. രാത്രിയൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ടും പാതിരാത്രിയൊക്കെ ഇരുന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരുപാട് തവണ. കാരണം കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെബ്സൈറ്റ് അങ്ങനെ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, അതിൽ നമുക്ക് നിൽക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വേറൊരു വെബ്സൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മുടെ ഓൺലൈൻ സെക്ഷൻ നമ്മൾ ആലപ്പുഴ ഷോപ്പിൽ തന്നെ മുകളിലേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെയാണ് നമ്മൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലുള്ള നമ്മുടെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. എറണാകുളത്ത് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത് 2023 സ്റ്റാർട്ട്. ഇപ്പോൾ 2 വർഷമായി. 2023 January 26 ആയിരുന്നു നമ്മുടെ തൃപ്പൂണിത്തുറയുള്ള ഷോപ്പ് തുടങ്ങിയത്. അതൊക്കെ എൻ്റെ വലിയ ഡ്രീമായിരുന്നു. ഞാൻ എറണാകുളത്തെ ഷോപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഡ്രീമായിരുന്നു. ഒരിക്കലും നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഡ്രീം ചെയ്തിരുന്നു കേട്ടോ ഷോപ്പ് വേണമെന്നുള്ളത്. ഹസ്ബൻഡിൻ്റെ നാട് എറണാകുളമായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുമ്പം ഫുൾ സപ്പോർട്ട് കേട്ടോ, ഫാമിലി സപ്പോർട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും ആണ് എനിക്ക് ഒന്ന് ഇതിലേക്ക് വരാനും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റിയതുമൊക്കെ. നല്ലൊരു സപ്പോർട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ഉണ്ടായിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് മാർക്കറ്റിങ്ങിനും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കസ്റ്റമേഴ്സ് എല്ലാവരും അറിഞ്ഞ് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സപ്പോർട്ട് അവിടെ നിന്നും കിട്ടി. അപ്പോൾ പിന്നീട് നമ്മൾ ഓൺലൈൻ സെക്ഷൻ ഇങ്ങോട്ടേക്ക് മാറ്റി. അങ്ങനെയാണ് ഇപ്പം റൺ ചെയ്തു പോകുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും 3 പേരെങ്കിലും നമ്മൾ വന്ന് പരിചയപ്പെടുകയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിച്ചൊരു കാര്യമായിരുന്നു ഈ ഒരുപാട് ഫേക്ക് പേജസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് അവരുടെ പേജസിലേക്ക് ഇട്ട് ഒരുപാട് പേര് കേട്ടോ, ഒന്നൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 10-25,000 വീഡിയോസ് ഇപ്പം നമ്മൾ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. റിമൂവ് ചെയ്യിച്ച ആളെ വെച്ചിട്ട് ഞാനത് ചെയ്യിപ്പിക്കുക. കാരണം അത്രയ്ക്ക് വീഡിയോസ് നമ്മുടെ റോങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫാൾസ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഈ സസ്സാ ബസാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടീമുകൾ എടുത്ത് ചെയ്തു. അത് നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് എന്നെ അറിയാവുന്നവർക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മനസ്സിലാകാത്ത ഇപ്പോഴും കുറച്ച് പേരൊക്കെ ഉണ്ട്. കുറച്ച് നമ്മുടെ റിയൽ പേജ് കാണാത്ത ഒരുപാട് പേരുണ്ട്. അത് ശരിക്കും എന്നെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിരുന്നു. ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിലും എൻ്റെ പേരിന് അത് ദോഷം ചെയ്തു. ഇതൊക്കെ ഭയങ്കര ഒരു ടഫസ്റ്റ് ടൈം തന്നെയായിരുന്നു എനിക്ക്. ബിസിനസ്സിനെ എന്നെ ബാധിച്ചിട്ടില്ല, എങ്കിലും എൻ്റെ പേരിനെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ
ഇപ്പോഴും ചിലർക്കൊക്കെ അതും അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെങ്കിലും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് പ്രോഡക്റ്റ്സ് നമ്മൾ പെട്ടെന്ന് അയക്കണം എന്നുള്ളതും ഫാസ്റ്റ് ഡെലിവറിയും. അതുപോലെ തന്നെ എനിക്ക് കണ്ടിന്യൂ കസ്റ്റമറിനെയാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് പിന്നെ വാങ്ങിക്കാത്തവരല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ 2014 മുതലുള്ള കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് ഇപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്, അന്ന് മുതലുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള ജെന്യുവിൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ്. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്ന. കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്നിൽ അർപ്പിച്ചേക്കുന്ന ഒരു വിശ്വാസവും ആണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള സ്റ്റാഫ് സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു രീതിയിലും നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ സ്റ്റാഫിനെന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. നമ്മളും അതുപോലെ തന്നെ അവരൊപ്പം തന്നെയാണ് എപ്പോഴും. നമ്മളൊരു ഫാമിലി പോലെയാണ് ഇവിടെ. ഞങ്ങൾ എംപ്ലോയി എന്നുള്ള രീതിയിലല്ല, ഫാമിലി പോലെയാണ് ഇവിടെ. വർക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റും, വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ ഗ്ലിറ്റ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7-8 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റാഫിൽ നിന്ന് നമ്മൾ ശരിക്കും താഴത്തേക്ക് പോയി. ഇടയ്ക്ക് വെച്ചിട്ട് 2 സ്റ്റാഫ് 3 സ്റ്റാഫൊക്കെ ആയ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിൽ നിന്നും ഇപ്പം നമുക്ക് 100+ സ്റ്റാഫ് ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് അഭിമാനമാണ്. അതിനുപരി അതിൽ 90% ലേഡീസാണെന്നുള്ളത് മറ്റൊരു വലിയ അഭിമാനം, പ്രൗഡാണ് എനിക്കങ്ങനെ പറയാൻ തന്നെ. ലേഡീസാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ 90% സ്റ്റാഫ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനി എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്, എൻ്റെ ഓൺ ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലിറ്റേഴ്സിൻ്റെ കുർത്തീസ് മാക്സിമം ഇപ്പം ഞാൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. അത് നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഗ്ലിറ്റ്സ് ഇന്ത്യ എല്ലായിടത്തും ഫ്ലറിഷ് ചെയ്യണം, ഓൾ ഇന്ത്യ അല്ലെങ്കിൽ എല്ലായിടത്തും എല്ലാ സ്ഥലത്തേക്കും ഫ്ലറിഷ് ചെയ്യണമെന്നും ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഡ്രീം. അതിനൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എല്ലാവരുടെയും പ്രേയേഴ്സ് ആവശ്യമാണ്, എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ആവശ്യമാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രേയേഴ്സും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഒക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. സ്റ്റോർ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണ്. ആലപ്പുഴയിൽ തിരുവമ്പാടിയിലും അതുപോലെ തന്നെ എറണാകുളത്ത് തൃപ്പൂണിത്തുറ ലെസൺ ജംഗ്ഷനിലുമാണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യുന്നത്തെ ദിവസം നമ്മുടെ വെബ്സൈറ്റ് ബുക്ക് ചെയ്യാം. വെബ്സൈറ്റ് ID www.glitzindia.in ആണ്. അതുപോലെ നമ്മൾ 3 വാട്സാപ്പ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് അങ്ങനെ ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ബുക്ക് ചെയ്യാൻ പറ്റും. എന്ത് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അയക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയിലും വീഡിയോയുടെ അടിയിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിനി എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇനി എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതൊക്കെ കമൻറ്റിൽ ചോദിക്കാം. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.